കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. രാവിലെ കുറച്ച് നേരം തിരക്ക് കുറവായിരുന്നു, പിന്നെ തിരക്ക് തന്നെയാണ്. ഇപ്പോൾ നട അടച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ആ ചതുർബാഹുവായ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാനായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് ഭഗവാനെ കണ്ട് സർവ്വ വിഘ്നങ്ങളും ഒഴിവാക്കി തരാനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ പോരാം. അപ്പോൾ ഗോപുരവാതിൽ കടന്നിട്ട് നമുക്ക് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ആ വാതിൽപ്പടി എത്തുകയാണ്. വാതിൽപ്പടി എത്തിയിട്ട് ഇങ്ങനെ ആ തിരക്കിനടിയിലൂടെ നമുക്കിങ്ങനെ കയറി വരുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ ആ ലൈറ്റ്, ആ ദീപം നമ്മളിലേക്ക് എത്തുകയാണ്. നല്ല സ്വർണത്തിൻ്റെ വിളക്കിൽ ആ നെയ്ദീപം നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മിലേക്ക് എത്തിയ ഒരു പ്രതീതി നമുക്കുണ്ടാവും. അങ്ങനെ നമ്മൾ ആ ഇടതുവശത്തുള്ള ആ പീഠം നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വലതു സൈഡിലുള്ള ആ നരസിംഹാവതാരമൂർത്തിയെ ഒന്ന് കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് വരുമ്പോൾ ഇന്നിങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. വളരെ മഹത്തരമായൊരു കാഴ്ച. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മേൽശാന്തി കവപ്ര മാരാത്തില്ലത്തെ അച്യുതൻ നമ്പൂതിരിയാണ്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരിക്കുന്നത് പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. വളരെ കേമമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കളഭാലങ്കാരം പ്രഹ്ലാദ ചരിതാണ്. അതായത് നരസിംഹാവതാരമാണ്. നരസിംഹാവതാരത്തിൻ്റെ തൊട്ട് അടിയിലായിട്ട് ആ പ്രഹ്ലാദനുണ്ണി കാണാനുണ്ട്. ആ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് ആ കളഭം തന്നെ ആയിട്ടാണ് ആ അരയിലുള്ള ഭാഗമൊക്കെ അങ്ങോട്ട് ശരിക്കും ചോര കളറാക്കിയിട്ടാണ് ഇന്നത്തെ ആ ചുവന്ന കളറിൽ. എന്താ ഒരു ഉഗ്രവീരം നരസിംഹം തന്നെയാണ് ഇന്നത്തെ. അത്രയ്ക്കും തീഷ്ണമായ കണ്ണുകളോട് കൂടിയ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ശക്തിയുള്ള അവതാരമായ ആ നരസിംഹാവതാരമാണ്. ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്ന ആ നരസിംഹാവതാരത്തെ നമുക്ക് കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ വർണ്ണനകൾക്കതീതമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ കാണാനുണ്ട്, പിന്നെ മഞ്ഞപ്പട്ട് അങ്ങനെ ഞൊറിഞ്ഞു ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കളഭം കൊണ്ട് തന്നെ ചുവന്ന പട്ട് പോലെ ഉള്ള ആ ഒരു കാഴ്ച. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ആ വിനീത വിധേയനായിട്ട് നമ്മളെ പ്രഹ്ലാദനും ആ ഭക്തൻ്റെ ആ ഒരു എന്താ പറയുക, ദൃഢനിശ്ചയത്തിന് മുന്നിൽ ആണ് ആ നരസിംഹാവതാരം കൈക്കൊണ്ടതും ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ആ കളഭം കൊണ്ടുള്ള അലങ്കാരത്തിലൂടെ. ആ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ നരസിംഹം ഇങ്ങോട്ട് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പ്രതീതിയാണ്. കാരണം ശ്രദ്ധിച്ച് നോക്കിയാൽ അത്രയ്ക്കും തീഷ്ണമായ നയനങ്ങളോട് കൂടിയ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. വളരെയധികം സമയമെടുത്തു വെച്ചാലും നന്നായൊരു അലങ്കാരമായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഇപ്പോൾ നമ്മൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അകത്തേക്ക്, ശ്രീലകത്തേക്ക് നമ്മൾ നോക്കി നിൽക്കുകയാണ്. ആ ശ്രീലകത്ത് നിന്ന് നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ കണ്ടോളൂ. ആ ഭക്തനും നരസിംഹാവതാരവും ഒക്കെ കണ്ട് എല്ലാവരും മനസ്സാ ആ ഗുരുവായൂരപ്പനെ നമിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ പ്രഹ്ലാദനെ രക്ഷിച്ച പോലെ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാനായിട്ട് ആ ഗുരുവായൂരപ്പൻ നരസിംഹാവതാരം പൂണ്ടും ഏത് രൂപത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് വിളിച്ച് തൊഴുതോളൂ. അങ്ങനെ നോക്കി വരുമ്പോൾ തീക്ഷ്ണമായ ആ മുഖമൊക്കെ കണ്ട് അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്.
പിന്നെ അലങ്കാരമായിട്ട് ഉണ്ടമാല 2 കൊടുത്തിട്ടുണ്ട്. അതും നല്ല രസമായിട്ടാണ്, വെളുത്ത പൂവും തുളസിപ്പൂവും ഒക്കെ ആയിട്ട്. പിന്നെ മുകളിൽ ഇങ്ങനെ വേറെ കാണാനുണ്ട്, 4 തുളസി മാലകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കണ്ട് തൊഴുത് നമ്മൾ ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലെ ബലി തൂവുന്ന അഗ്നികോണിലൊന്ന് കണ്ട് തൊഴുതു. പിന്നീട് അതിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ ചുമരിൻ്റെ അവിടേക്ക് നോക്കിയാൽ ആലിലെ കണ്ണനെ കാണാം, ആ ചിത്രം കണ്ടു തൊഴാം. പിന്നെ നരസിംഹ നേരെ നമ്മൾ നോക്കുമ്പോൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരാം. വിഘ്നേശ്വരൻ്റെ അടുത്തുനിന്ന് കളഭം കൊണ്ട് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, ചാർത്ത് ഇങ്ങനെ മുഴുവനാവുന്നേ ഉള്ളൂ. എന്നാലും നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും വിഘ്നേശ്വരനെയൊക്കെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ ചെറിയ ഗണപതി വിഗ്രഹം കാണാം. അതൊന്ന് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ വരാം. പിന്നെ മത്സ്യാവതാരവും കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കണ്ട് മേൽശാന്തിയുടെ അടുത്ത് ആ കൃഷ്ണപ്രസാദം ഓദിക്കനിരിക്കണം. അപ്പോൾ കൃഷ്ണപ്രസാദം ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാമനരൂപവും ആ ഗജേന്ദ്രമോക്ഷവും ആ ഗരുഡാരൂഢനായ മഹാവിഷ്ണുവും ഒക്കെ ആയിട്ട് കണ്ട് തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് എന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. വീണ്ടും നമ്മൾ വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അത് കണ്ട് തൊഴുത് നേരെ ആ കൃഷ്ണനെയൊക്കെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. മുരുകനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് ഒരു പൂവ് മാത്രം വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല, കുങ്കുമൊന്നുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ട് ഇങ്ങോട്ട് മാറിയ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. വീണ്ടും നമ്മൾ ആ ഗ്രില്ലിന് അവിടേക്ക് വന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ചെല്ലുന്നത് ആ നൃത്താറയിലേക്കാണ്. നൃത്താറയിൽ കിടാവിളക്ക് കത്തി നിൽക്കുന്നു. അപ്പോൾ കണ്ണനെ നൃത്തം ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചാൽ ആ രൂപം കാണാം. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണ ഏട്ട രൂപവും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് കിടക്കാം. അങ്ങനെ പ്രസാദ കൗണ്ടറിലെത്തിയാൽ ആ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് കാവ് ഭഗവതിയുടെ അടുത്ത് പോവാം. അവിടെയും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന്. നല്ല സൗന്ദര്യവതിയായിട്ടാണ് അമ്മ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. എല്ലാവരും കണ്ട് തൊഴുതോളും. ചുവന്ന പട്ടൊക്കെ ഉടുത്ത് നല്ല വലിയ വട്ടത്തിലുള്ള പൊട്ടൊക്കെ അണിഞ്ഞാണ് അമ്മ കാത്തിരിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. പിന്നെ നമ്മൾ തിരിച്ചിങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ നോക്കുക. ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂർക്ക് നോക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മനസ്സിൽ മമ്മിയൂരപ്പനെ അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ പ്രതീതിയായി, മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹവും ലഭിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ നരസിംഹാവതാര രൂപയെ എന്താ വെച്ചാൽ കണ്ടാലും മതി വരാത്ത രൂപത്തിലാണ്. അത്രയും അപൂർവമായിട്ട് അങ്ങനെയൊക്കെ രൂപങ്ങളുണ്ടാവുക. അപ്പോൾ അത് വീണ്ടും കാണാനുള്ള, ഒരു വട്ടം കണ്ടാൽ പോരാന്ന് പറയില്ലേ, അതേപോലെയാണ്. അപ്പോൾ ഒന്നുകൂടി കാണാം. അങ്ങനെ അത് കണ്ട് അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാൽ അവിടെ കിടാവിളക്കൻ കാണാം. അവിടെ നോക്കി തൊഴുത് അയ്യപ്പസ്വാമിയുടെ അടുത്ത് ചെല്ലാം.
അവിടെ കളപച്ചാർത്ത് ഇങ്ങനെ ആവണേ ഉള്ളൂ. ഇന്ന് എന്താ വെച്ചാൽ ആ നീല ഒരു പാവാട പോലത്തെ ഞെറിഞ്ഞ ആ ഒരു ഡ്രസ്സാണെന്ന് അയ്യപ്പസ്വാമിക്ക് ഉടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ട് തൊഴുതോളും എല്ലാവരും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുതു. പിന്നെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ വേണുഗോപാല സ്വരൂപം കാണാം. അവിടെ കണ്ടു തൊഴാം. അതിനുശേഷം ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ ആ ഗരുഡധ്വജൻ കാണാം. അപ്പോൾ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.